ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയൽസിലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ ആണ്. അപ്പൊ നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ലീനിയർ പോളിനോമിയൽ? ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എങ്ങനെ? AX പ്ലസ് ബി അല്ലേ? ഇവയുടെ സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോ ചെയ്തേ? സീറോസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ബി ബൈ എ. ഇനി സെക്കൻഡ് നമ്മൾ പഠിച്ച എന്താ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എങ്ങനെയായിരുന്നു ജനറൽ ഫോം? എങ്ങനെ? AX സ്ക്വയർ പ്ലസ് BX പ്ലസ് സി അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ഉണ്ട്. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്ത് വരും? മൈനസ് ബി ബൈ എ. ഇതാണ് അല്ലേ? ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എങ്ങനെയായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു, അതായത് ആൽഫ ബീറ്റ ഈക്വൽ ടു എന്തായിരുന്നു? സി ബൈ എ. ഇതായിരുന്നു നമ്മുടെ റിലേഷൻ അല്ലേ? ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ക്യൂബിക് പോളിനോമിയലിന്റെ റിലേഷൻസ് ആണ്, സീറോസ് കണ്ടുപിടിക്കുന്നതിന്റെ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോളിനോമിയൽ എഴുതുന്നു. നോക്കിക്കേ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 5x സ്ക്വയർ മൈനസ് 14x പ്ലസ് 8. ഇതിനകത്ത് സീറോസ് കണ്ടുപിടിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്താ? ഈ എക്സിന് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ സീറോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത വാല്യൂ ആണ് ഈ പോളിനോമിയലിന്റെ സീറോസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ എക്സിന് 4 എന്ന് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 4 എന്നാണെങ്കിൽ പി ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4. പി ഓഫ് 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ എല്ലാം എക്സിന് പകരം എന്ത് കൊടുക്കണം? 4. 4 ക്യൂബ് മൈനസ് 5 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 4 പ്ലസ് 8. ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 4s are 16. 16 ഇൻറ്റു 4 64 മൈനസ് 5 ഇൻറ്റു 4 4s are 16 മൈനസ് 14 ഇൻറ്റു 4 എന്ത് വരും? 14 ഇൻറ്റു 4 6. 1 4s are 4 plus 1 5. 56 പ്ലസ് ഈ 8 അതുപോലെ എഴുതും. ഇനി 64 ഇൻറ്റു 2 എന്ത് വരും? 64 ഇൻറ്റു 2. 4 2s are 8. 6 2s are 12. 128 മൈനസ് 16 ഇൻറ്റു 5 എന്ത് വരും? 6 5s are 30. റിമൈൻഡർ 3. 1 5s are 5 പ്ലസ് 3 8. 80 വന്നു. മൈനസ് 56 പ്ലസ് 8. ഇനി 120 80 എന്ത് പോണം? 80 പോണം. അപ്പൊ എന്ത് കിട്ടും? 8 4 48 മൈനസ് 56 പ്ലസ് 8. 48 പ്ലസും മൈനസ് 56ഉം അല്ലേ? അപ്പൊ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ 56ന്ന് 48 പോയാൽ 8 മൈനസ് 8, ഇവിടെ ഒരു പ്ലസ് 8 ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ എക്സിന് 4 കൊടുത്താൽ ഈ പോളിനോമിയൽ എന്താവും? 0 ആവും. അപ്പൊ നമുക്ക് ഈ 4 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ സീറോസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ എക്സിന് -2 കൊടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു -2. അപ്പൊ പി ഓഫ് -2 ഈസ് ഈക്വൽ ടു എന്ത് വരും? മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കുക? -2. അപ്പൊ 2 ഇൻറ്റു -2ന്റെ ക്യൂബ് മൈനസ് 5 ഇൻറ്റു -2ന്റെ സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 2 പ്ലസ് 8. ഇനി 2 ഇൻറ്റു -2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? -2 ഇൻറ്റു -2 ഇൻറ്റു -2 അല്ലേ? ഈ മൈനസ് ഈ മൈനസ് കൂടെ ചെയ്യുമ്പോൾ പ്ലസ് 4 ആവും. പിന്നെ ഒരു ഇൻറ്റു -2 ഉണ്ട്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് വരും? മൈനസ് 4 2s are 8. മൈനസ് 5 ഇൻറ്റു -2ന്റെ സ്ക്വയർ നമുക്ക് എന്താ ഇവിടെ കിട്ടിയേ? പ്ലസ് 4. 14 ഇൻറ്റു 2 എന്ത് വരും? 4 2s are 8. 1 2s are 2 അല്ലേ? പ്ലസ് 8. ഇനി എന്ത് വരും?
ഇവിടെ 14 ഇൻറ്റു -2 ആണേ. അപ്പോൾ ആ മൈനസ് ഈ മൈനസ് കൂടാകുമ്പോൾ ഇവിടെ പ്ലസ്. ഓക്കെ, എഴുതി പോയതിലൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നിങ്ങൾ തിരുത്തി എഴുതിക്കോണം. -2 വെച്ചാണ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 8 എന്ത് വരും? -16. 5 4s are 20. -20 പ്ലസ് 28 പ്ലസ് 8. ഇനി -16 പ്ലസ് 20 എന്ത് വരും? -36 പ്ലസ് 28 പ്ലസ് 8 എന്താ? 36 ഈക്വൽ ടു എന്ത് വരും? 0. അപ്പം എക്സ് ഈസ് -2 എന്ന് പറയുന്നതും ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് അല്ലേ. ഇനി ഒരു നമ്പറും കൂടി നോക്കാം. എക്സ് ഈക്വൽ ടു 1/2. അപ്പം നമുക്ക് പി ഓഫ് 1/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 1/2ൻ്റെ ക്യൂബ് മൈനസ് 5 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ മൈനസ് 14 ഇൻറ്റു 1/2 പ്ലസ് 8. 2 ഇൻറ്റു 1/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1/8 മൈനസ് 5 ഇൻറ്റു 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 14 ഇൻറ്റു 1/2 അല്ലേ ഇവിടെ ഡിനോമിനേറ്ററിൽ. അപ്പോൾ 14/2 എന്ന് വരും പ്ലസ് 8. ഇനി ഇത് 2/8 ക്യാൻസൽ ചെയ്യാമല്ലോ. 1 2s are 2, 4 2s are 8. അപ്പോൾ 1/4 മൈനസ് 5/4. 14/2 എന്ന് പറഞ്ഞാൽ എന്താ? 7 പ്ലസ് 8. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ അതുപോലെ എഴുതുക. മേളിൽ ന്യൂമറേറ്റർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. പ്ലസ് 7 പ്ലസ് 8 എന്ത് വരും? സോറി, ഇവിടെ എന്താ മൈനസ് ആ വരുന്നത് അല്ലേ. -14/2. ഇവിടെ എന്ത് വരും? അപ്പം മൈനസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഡിഫറൻസ് വന്നു. ഇവിടെ -14 ഇൻറ്റു 1/2 ആണ്. അത് ഇവിടെ വരുമ്പോൾ -14/2 ആണ്. ഇവിടെ വരുമ്പോൾ മൈനസ്, അത് 14/2 7, അത് -7 ആവും. അപ്പോൾ -7 പ്ലസ് 8 എന്ത് വരും? +1 വരും. 1 - 5 എന്ത് വരും? -4/4 പ്ലസ് 1. 4/4 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ് അല്ലേ. അപ്പോൾ -1 പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിന് 3 വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നു? 0 വന്നു. ഈ പോളിനോമിയലിന് നമുക്ക് എന്താണ് 3 വാല്യൂസ്, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 4 -2 1/2 ആർ zeros of the polynomial. സീറോസ് കിട്ടി അല്ലേ. ഇനി നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ചെയ്തു നോക്കാം. നമ്മുടെ പോളിനോമിയൽ അങ്ങനെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 5x² മൈനസ് 14x പ്ലസ് 8 അല്ലേ. നമുക്ക് കിട്ടിയ സീറോസ് എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 4 -2 1/2. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? സം ഓഫ് സീറോസ് അല്ലേ. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 3 കൂടി ആഡ് ചെയ്യണം. 4 പ്ലസ് -2 പ്ലസ് 1/2. 4 പ്ലസ് -2 എന്ത് വരും? 2 പ്ലസ് 1/2. ഇതെന്ത് ചെയ്യാം? ഒരു 1 ഉണ്ടോയെന്ന് വിചാരിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടി അല്ലേ. ഈ 5/2 എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ഇവിടെ എ എന്താ? എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു -5, സി ഈസ് ഈക്വൽ ടു -14, ഡി ഈസ് ഈക്വൽ ടു 8 അല്ലേ. ഇത് നോക്കിയേ, -5/2 അല്ലേ കിട്ടിയിരിക്കുന്നത്. എന്താണ്? -5. അപ്പം മൈനസ് ഓഫ് ഒരു -5 എന്ന് ഈ 5നെ നമുക്ക് മാറ്റി എഴുതാം അല്ലേ. 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? -5. അപ്പം നമുക്ക് എന്തെഴുതാം? മൈനസ് ഓഫ് കോയഫിഷ്യൻ്റ് ഓഫ് എന്താണ്? x² അല്ലേ. x² ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? കോയഫിഷ്യൻ്റ് ഓഫ് x³ ശരിയല്ലേ. കോയഫിഷ്യൻ്റ് ഓഫ് x³ അല്ലേ എ. അതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നോക്കിയേ, -b/a അല്ലേ. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ അപ്പോൾ എന്താണ്? -b/a. ഇനി പ്രോഡക്റ്റ് എടുക്കാം.
പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അപ്പോൾ 3 എണ്ണം ഉണ്ടല്ലേ, ആദ്യം 3 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് എടുക്കാം, പിന്നെ 2 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 4 ഇൻറ്റു -2 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 4 ഇൻറ്റു -2 എന്ത് വരും, -8/2, ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഇനി ഈ -4 എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കി 8/2 എന്നല്ലേ, അതായത് D/A ആണ്. നമുക്ക് മൈനസ് ആ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പം എന്തെഴുതണം, ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എന്താ, കോയഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് അല്ലേ. കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ്. അതെന്ന് പറയുന്നത് എന്താ, നമുക്കിവിടെ ഒരു മൈനസും കൂടി ഇല്ലേ, അപ്പം മൈനസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാം, -D/A. ഓക്കെ, ഇനി ഇത് 2 എണ്ണം വെച്ചെടുക്കുക. അപ്പം എന്ത് വരും, 4 ഇൻറ്റു -2 പ്ലസ് -2 ഇൻറ്റു 1/2 പ്ലസ് എന്ത് വരും, 1/2 ഇൻറ്റു 4. ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടും. 4 ഇൻറ്റു -2 എന്ത് വരും, -8, -2/2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2, ദാറ്റ് ഈസ് -9 പ്ലസ് 2 ഈക്വൽ ടു -7 അല്ലേ. ഈ -7 എന്ന് പറയുന്നത് നോക്കി, നമ്മുടെ -14 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, കോയഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താ, ഇവിടെ എങ്ങനെ എഴുതാം, C/A എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും റിലേഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ എന്താണ്, ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഈ സീറോസിനെ എല്ലാം നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് എടുക്കുന്നു. അപ്പം എങ്ങനെ എഴുതാം, ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ജനറൽ ഫോം ആയിട്ട് എങ്ങനെ എഴുതാം, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു -B/A എന്ന് എഴുതാം. ഇനി പ്രോഡക്റ്റ് എങ്ങനെ, ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, -D/A. ഓക്കെ, ഇനി 2 എണ്ണം വെച്ചിട്ടുള്ള പ്രോഡക്റ്റിന്റെ സം, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും, C/A. ഓക്കെ, ക്ലിയർ. അപ്പം ഇതാണ് നമ്മുടെ റിലേഷൻ. ഇത് വെരിഫൈ ചെയ്തോ എന്നാണ് നോക്കേണ്ടത്. സീറോസ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് സം ഓഫ് സീറോസ് നോക്കുക, പ്രോഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 5 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വെരിഫൈ ദാറ്റ് 3 - 1 and -1/3 are the zeros of the cubic polynomial P of x equal to 3x³ minus 5x square minus 11x minus 3, and then verify the relationship between the zeros and the coefficient അല്ലേ. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സീറോസ് ഇനി തന്നു അല്ലേ, എന്നിട്ട് അത് ഈ പോളിനോമിയൽ വേരിഫൈ ചെയ്ത് നോക്കുക. അതായത് 0 കിട്ടുമോ, ഈ വാല്യൂസ് ഈ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുമ്പം 0 കിട്ടുമോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ റിലേഷൻ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്നുള്ള റിലേഷൻ വേരിഫൈ ചെയ്യുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ സീറോസ് എന്തൊക്കെയാ തന്നേക്കുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു 3 -1 -1/3. നമ്മളുടെ പോളിനോമിയൽ എങ്ങനെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 3x³ minus 5x square minus 11x minus 3 അല്ലേ. ഇനി എന്ത് ചെയ്യണം, എക്സിന് 3 എന്ന് കൊടുക്കുക. അപ്പോൾ പി ഓഫ് 3 ഈസ് ഈക്വൽ ടു എന്ത് വരും, ഈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ 3 കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു 3³ മൈനസ് 5 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 11 ഇൻറ്റു 3 മൈനസ് 3. 3 ഇൻറ്റു 3³ എന്ന് പറഞ്ഞാൽ 27 മൈനസ് 5 ഇൻറ്റു 3 സ്ക്വയർ 9 മൈനസ് 11 ഇൻറ്റു 3 33 മൈനസ് 3. 27 ഇൻറ്റു 3 എന്ത് വരും, 27 ഇൻറ്റു 3
7 3s are 21, 2, 2 3s are 6 plus 2, 8. 81 minus 45 minus 33 minus 3. ഇനി 81 നിന്ന് 45 പോയാൽ എന്ത് വരും? 36 അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? 36. ഈ മൈനസ് 33യും മൈനസ് 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -36. അപ്പം എന്ത് വന്നു? 0. അപ്പം എന്താണ്? 3 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ 0 ആണെന്ന് വെരിഫൈ ചെയ്തു അല്ലേ? 0 കിട്ടിയപ്പം വെരിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ? എക്സ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ പി ഓഫ് -1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു -1ൻ്റെ ക്യൂബ് മൈനസ് 5 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ മൈനസ് 11 ഇൻറ്റു -1 മൈനസ് 3. ഇനി 3 ഇൻറ്റു -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 -1 -1. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ +1 ആവും. ഇൻറ്റു പിന്നെ ഒരു -1. അപ്പം എന്ത് വരും? -1. 3 ഇൻറ്റു -1 മൈനസ് 5 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? +1. 11 ഇൻറ്റു 1 എന്ത് വരും? 11. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് -3. 3 ഇൻറ്റു -1 എന്ത് വരും? -3. 5 ഇൻറ്റു -1 -5 ഇൻറ്റു 1 എന്ത് വരും? -5. പ്ലസ് 11 മൈനസ് 3 എന്ത് കിട്ടും? -3യും -5 കൂടെ ആകുമ്പോൾ -8 പ്ലസ് 11 -3. ഇവിടെ നോക്കിയ ഒരു -8 ഉണ്ട് -3യും ഉണ്ട്. ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ -11. ബാലൻസ് എന്തുണ്ട്? +11. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. അപ്പം എന്താണ്? -1 എന്നുള്ള വാല്യൂ നമുക്ക് എന്താ? 0 എന്ന് കിട്ടി അല്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഈസ് ഈക്വൽ ടു -1/3. ഓക്കെ, അപ്പോൾ പി ഓഫ് -1/3 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 3 ഇൻറ്റു -1/3യുടെ ക്യൂബ് മൈനസ് 5 ഇൻറ്റു 1/3 -1/3യുടെ സ്ക്വയർ മൈനസ് 11 ഇൻറ്റു -1/3 -3. സോൾവ് ചെയ്യാം. 3 ഇൻറ്റു -1/3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ -1/3 ഇൻറ്റു -1/3 ഇൻറ്റു -1/3 അല്ലേ? ഇത് രണ്ടും കൂടി പ്ലസ് ആവും. പ്ലസ് ഇൻറ്റു ഇത് മൈനസൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്. അപ്പം -1/3യുടെ ക്യൂബ് 27 മൈനസ് 5 ഇൻറ്റു ഇതെന്താ? സ്ക്വയറാ. 1/3 ഇൻറ്റു 1/3. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിപ്പോകും. അപ്പോൾ 1/9. ഇവിടെ എന്താവും? പ്ലസ് 11/3 മൈനസ് 3. ഈ 3യും 27 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ -1/9 എന്ന് വരും. ഓക്കെ, -5/9 പ്ലസ് 11/3 മൈനസ് 3. ഇവിടെ നോക്കിയ ഒരു -1/9 ഉണ്ട്. അപ്പം ഡിനോമിനേറ്റർ സെയിം ആ അല്ലേ? അപ്പം നമുക്ക് 9 അവിടെ കൊടുക്കുക. ഇവിടെ എന്ത് വരും? -1 -5 പ്ലസ് 11/3 മൈനസ് 3 ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കാമല്ലോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 11 മൈനസ് 9/3. 11 മൈനസ് 9 എന്ത് വരും? 2 അല്ലേ? 2/3. ദാറ്റ് ഈസ് നമുക്ക് 2/3 എന്ന് എഴുതാം. ഇവിടെ -1ഉം -5ഉം -6/9 പ്ലസ് 2/3. ഇനി ഈ 6/9നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? 6/9 എന്ത് വരും? 3യുടെ ടേബിളിലുണ്ട്. അപ്പം 2 3s are 6, 3 3s are 9. അപ്പം -2/3 പ്ലസ് 2/3. അപ്പം എന്ത് കിട്ടും? 0 എന്ന് കിട്ടി അല്ലേ? അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന സീറോസ് എല്ലാം വെരിഫൈ ചെയ്തു നമ്മൾ അല്ലേ? പി ഓഫ് എക്സിൽ ഇട്ട് കൊടുത്തിട്ട് 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ എന്താ സീറോസും കോഎഫിഷ്യൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ ബീറ്റ ഗാമ എടുക്കണം അല്ലേ? പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x³ മൈനസ് 5x² മൈനസ് 11x മൈനസ് 3. എക്സ് നമുക്ക് സീറോസ് കിട്ടിയത് എന്താ? 3 -1 -1/3. അപ്പം ഈ പോളിനോമിയലിന്റെ സീറോസ് ആണെന്ന് ഇത് നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സീറോസിന്റെ റിലേഷൻഷിപ്പ് എന്താണ്? റിലേഷൻഷിപ്പ്
നമ്മൾ ശരിയാണോ എന്ന് നോക്കണം അല്ലേ. കോഎഫിഷ്യൻറ്റും സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയാണോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൽഫ ബീറ്റ ഗാമ എന്ന് എടുക്കാം. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അല്ലേ. അപ്പൊ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ 3 എന്നെടുത്തു, ബീറ്റ എന്ന് പറഞ്ഞാൽ -1 എന്നെടുത്തു, ഗാമ ഇസ് ഈക്വൽ ടു -1/3 എന്നെടുത്തു. ഇനി ഇതിന്റെ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയ നമ്മുടെ പോളിനോമിയൽ എന്താ? 3x³ - 5x² - 11x - 3. ഇവിടെ a എന്ത് വരും? a is equal to 3, b is equal to -5, c is equal to -11, d is equal to എന്ത് വരും? -3. അപ്പം നമ്മൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഗാമ എടുക്കുന്നത് ഇവിടെ ശരിയാണോ നോക്കിയാൽ മതി. അപ്പം നോക്കിയേ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. അപ്പം 3 പ്ലസ് എന്ത് വരുന്നു? -1 പ്ലസ് -1/3. എന്ത് കിട്ടും? ആൽഫ പ്ലസ് ഇത് 3 -1 എന്ത് വരും? 2 -1/3. 2 -1/3 എന്ത് കിട്ടും? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 6 - 1/3. അതെന്ന് പറയുന്നത് എന്ത് കിട്ടും? 5/3 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു -b/a അല്ലേ. അപ്പൊ ഇവിടുത്തെ -b/a എന്ന് പറഞ്ഞാൽ എന്താ? -5 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 3. മൈനസ് ഓഫ് -b എന്ന് വരും അല്ലേ. -b എന്നാ. അപ്പൊ b നമുക്ക് -5 എന്നാ. അപ്പൊ മൈനസ് ഓഫ് -5/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. രണ്ട് രീതിയിലും വെരിഫൈ ആയില്ലേ? ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. അപ്പൊ ഇത് രണ്ടും റിലേഷൻ സെയിം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തെടുക്കണം? ആൽഫ ബീറ്റ ഗാമ എടുക്കണം. അതെന്താണ്? 3 × -1 × -1/3. 3 ന്യൂമറേറ്ററിലെല്ലാം ഇത് വരും, ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ 3/3 ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടും. ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു കിട്ടുന്നത്? -d/a അല്ലേ. അപ്പോൾ ഇവിടെ -d/a എന്ത് വരും? -3/a എന്താണ്? 3. ദാറ്റ് ഈസ് എന്ത് വരും? 3/3 ഈക്വൽ ടു 1. അപ്പോൾ ഇതും ഇത് രണ്ടും വെരിഫൈ ചെയ്തു അല്ലേ. ഇനി എന്താ? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യണം. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത്? 3 × -1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? -1 × ഗാമ -1/3 പ്ലസ് -1/3 × 3. 3 × -1 നമുക്ക് എന്ത് വരും? -3. ഇത് രണ്ടും കൂടെ പോസിറ്റീവ് ആവും. അപ്പോൾ 1/3. ഇത് രണ്ടും കൂടെ ആകുമ്പം -3/3 എന്ത് വരും? 1. അപ്പോൾ -3യും -1 കൂടെ ആകുമ്പോൾ -4 വരും അല്ലേ. അപ്പം -4 + 1/3 അല്ലേ. -4 + 1/3 എന്ത് കിട്ടും? -4 + 3 എന്ത് വരും? നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. അപ്പം -12 + 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ, അപ്പം -11/3 എന്ന് കിട്ടും അല്ലേ. നമുക്കിവിടെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? c/a അല്ലേ. ഹിയർ c എന്താണ്? -11, a എന്താണ്? 3. കിട്ടിയില്ലേ? അപ്പൊ രണ്ട് രീതിയിലുള്ള നമ്മുടെ ഇതും വെരിഫൈ ചെയ്തു അല്ലേ. അപ്പൊ നമ്മൾ ഇതെന്താണ്? സീറോസും എന്താണ് കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്തു. ക്ലിയർ ചെയ്ത് പഠിക്കുമ്പം പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.